എടാ, ഇവളുടെ സ്വന്തം ടീം തന്നെ ഇവളെ കൊല്ലാൻ നോക്കിയാലോ? അതും ആദ്യത്തെ മിഷനിൽ തന്നെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സൈലന്റ് ആയിട്ട് ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം നമ്മളുടെ ഹീറോയിന്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്നത് വേറെ ആരുമല്ല, സ്വന്തം പാർട്ട്ണർ തന്നെ. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ എല്ലാരും ലാസ്റ്റ് വരെ കാണണേ. അവളെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആദ്യത്തെ ആളായ ലിയാമിനെ നോക്കൌട്ട് ചെയ്തിട്ട് സെക്കൻഡ് ആളായ കാരയെ ഫൈറ്റ് ചെയ്യുന്ന സീനിലായിരുന്നു കഴിഞ്ഞ ചാപ്റ്റർ അവസാനിച്ചിരുന്നത്. കാരയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഇടയിൽ അവൾ ഒരു സേഫ് പ്ലേസ് നോക്കിയിട്ട് ഓടി പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ചെറുപ്പത്തിൽ അവളുടെ അച്ഛൻ കാട്ടിൽ വെച്ച് അവളെ ഫൈറ്റിംഗ് ടെക്നിക്സ് പഠിപ്പിക്കുന്ന ഒരു രംഗം. കാലിന്റെ ബലം ശരിയായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഇങ്ങനെ കുറെ ടെക്നിക്സ് അവളുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സീനൊക്കെ കാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവൾ ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തിരിച്ച് നമ്മൾ പ്രസന്റിലേക്ക് വരികയാണ്. കാരയായിട്ടുള്ള ഫൈറ്റ് സീന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ ബോണി ഓർക്കുന്നുണ്ട്, ലിയാമിനെ നോക്കൌട്ട് ചെയ്തത് എന്റെ ഭാഗ്യം കൊണ്ടാണ്. അവിടെ ഒരു സർപ്രൈസ് എലമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനി അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൾസോ കാരനെ എനിക്ക് ഫിസിക്കലി നേരിടാൻ പറ്റൂല്ല. അങ്ങനെ കാരയായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം അവളെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഇവൾ കാണാത്ത ഒരു സ്ഥലത്തേക്ക് ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അവൾക്ക് ആലോചിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അവളോട് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാൻ മാത്രമാണ്, ഒരു ആക്ടിവിറ്റിയിലും എൻഗേജ് ചെയ്യണ്ട എന്ന് നമ്മുടെ ക്ലെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതെല്ലാം നുണയായിരുന്നു. ബോണി ചിന്തിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ബോണി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സീൻസ് ആണ്. വാനിന്റെ അടുത്തേക്ക് ഓടിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ എന്നാണ് അവൾ വിചാരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു ഫുഡ് സ്റ്റെപ്പിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൾക്ക് ഈ ഫുഡ് സ്റ്റെപ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഇത് ആരുതാണ് എന്ന് മനസ്സിലാക്കാൻ പണ്ട് മുതലേ അവളുടെ അച്ഛൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഫുഡ് സ്റ്റെപ്സ് കേൾക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായി കേൾക്കുന്ന ഒരു ഫുഡ് സ്റ്റെപ്പ് ആയിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. അത് റോണിന്റെ ആണെന്ന് അവൾ ഐഡന്റിഫൈ ചെയ്യുന്നുമുണ്ട്. റോൺ, ഇത് നീയാണെന്ന് എനിക്കറിയാം, പുറത്തു വാ, അവൾ വിളിച്ചു പറയുന്നു. അങ്ങനെ റോൺ നേരെ അവളുടെ മുന്നിലേക്ക് ചാടി വീയാണ്. ആ ഒരു ടൈമിൽ അവൾ അവനോട് പറയുന്നുണ്ട്, എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്ക്, എനിക്ക് ആ വാന് വരെ എത്തണമെന്ന്. നിന്നെ അങ്ങനെ വിടാൻ പറ്റില്ല. ഇത് കേട്ടതും ബോണി നൈഫ് എടുത്ത് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം റോണും തന്റെ ഗൺ എടുത്തിട്ട് അവളെ പോയിന്റ് ചെയ്യുന്നുണ്ട്. നോക്ക് ബോണി, ഐ ബി ഓണസ്റ്റ്, നീ ആ ലിയാമിന്റെ തട്ടിയിടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ ഓൾറെഡി ഞാൻ ഒരാളെ അടിച്ചിടുന്ന് കണ്ടിട്ടില്ലേ പണ്ട് എന്റെ ഓഫീസിന്റെ ഉള്ളിൽ നിന്ന്. അത് വെച്ചൊന്നും നമുക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു വൺ ടൈം വിക്ടറി മാത്രമാണെങ്കിലോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇന്നിന്റെ ആദ്യത്തെ മിഷൻ ആണെന്നും ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ എന്നെ ഇവിടെ കൊടുക്കുന്നത്? യെസ്, ഇന്നാണ് ആദ്യത്തെ മിഷൻ. ഇതും പറഞ്ഞ് അവൻ നേരെ ഗണ്ണെടുത്തിട്ട് പോയിന്റ് ചെയ്യാണ് അവളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ബോണി ആകെ ഷോക്ക് ആവുന്നുണ്ട്. ഒരിക്കലും റോണിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു ബിട്രയൽ അവള് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളുടെ ബോഡി അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കുന്ന ആളല്ല. അവിടെ അങ്ങനെ നിൽക്കാതെ അവൾ തിരിഞ്ഞു ഓടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ റോണും വളരെ വേഗത്തിൽ അവളുടെ പിന്നാലെ ഓടി പിടികൂടുകയാണ്. അടിപിടി അങ്ങനെ തുടങ്ങുകയാണ്. രണ്ടുപേരും കണ്ടെയ്നറുകൾക്കിടയിൽ വീണ് ഉരുളുകയാണ്. അവസാനം ബോഡി നൈഫ് എടുത്ത് റോണിന്റെ കഴുത്തിലേക്ക് നേരെ വെക്കുകയാണ്. പക്ഷെ സീൻ ഇത്ര ഇന്റൻസ് ആണെങ്കിലും റോൺ ചിരിച്ചുകൊണ്ട് അവളെടുത്ത് പറയുന്നുണ്ട്, നീ ഒരു കില്ലറല്ല. അതും ശരിയാണ്, കാരണം ബോണിക്ക് ആ നൈഫ് ഉപയോഗിക്കാൻ ഒരു മടിയുണ്ട്. ആ ഒരു നിമിഷത്തിന്റെ ഹെസിറ്റേഷൻ മുതലെടുത്തിട്ട് റോൺ തിരിച്ച് അവളെ പഞ്ച് ചെയ്യാണ്. അവസാനം റോൾസ് അങ്ങനെ മാറുകയാണ്. റോണും ബോണിയും ഫേസ് ടു ഫേസ് വരുന്നുണ്ട്. നോക്ക്, നിനക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ നീ ഒരു കില്ലറല്ല. ഇത് പറഞ്ഞു വന്ന റോണിനെ അവൾ തലകൊണ്ട് ഇടിച്ചിടുന്നുണ്ട്. ആ പഞ്ചിന്റെ വേദനയിൽ അവൻ താഴെ വീണിട്ട് ഒരു മിനിറ്റ് ഡിസോറിയന്റഡ് ആയിട്ട് പോകുന്നുണ്ട്. അവന്റെ മൂക്കിന്ന് ഇങ്ങനെ രക്തം വരാൻ തുടങ്ങുന്നുണ്ട്. ആ സെയിം ടൈമിൽ നമ്മളുടെ ബോണി ഗണ്ണെടുത്തിട്ട് അവന്റെ ഹെഡിൽ പോയിന്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു മാസ് സീനായിരുന്നു. കാരണം ഈ ഒരു ടൈം വരെ എല്ലാരും കൂടി അവളെ നേർക്കായിരുന്നു. ബട്ട് അറ്റ് ദ ഫൈനൽ മൊമെന്റ് അവൾ ഗണ്ണെടുത്തിട്ട് അവന്റെ ഹെഡിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല. ഐ എം വെരി ഗുഡ് അറ്റ് സർവൈവിങ്. ഓക്കെ, നീ സർവൈവ് ചെയ്യാൻ നല്ല ആളായിരിക്കും, പക്ഷെ അതിന്റെ അർത്ഥം നിനക്ക് ഒരാളെ കൊല്ലാൻ കഴിയുന്നല്ല. ഇന്നൊരു ഈവനിങ് മൊത്തം നിങ്ങളെല്ലാവരും എന്നെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. ഇറ്റ്സ് നത്തിങ് പേഴ്സണൽ, റൈറ്റ്? ഈ ഒരു ടൈമിൽ ഒരു ഇമോഷണൽ ഫ്ലാഷ് ബാക്ക് സീന് കാണിക്കുന്നുണ്ട്. ബോണി ചെറിയ കുട്ടിയായിരുന്ന ടൈമിൽ അവളുടെ അച്ഛന്റെ കൂടെ ഉള്ള ഒരു സീന്. നോക്ക് ബോണി, ഒരു ട്രൂ ലോയലിറ്റി എന്ന് പറഞ്ഞ ഒന്നില്ല. എല്ലാവരും സെൽഫിഷാണ്. എല്ലാവരും അവളുടെ സെൽഫിഷ് ആക്ടിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവരുമാണ്. സോ നീ നിന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. ഈ ഒരു ഇമോഷണൽ സീനിന് ശേഷം നേരെ പ്രസന്റ് സീനിലേക്ക് പോവുകയാണ്. ഗണ്ണിന്റെ ഒരു ക്ലിക്കും കേൾക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട്? കുറച്ച് ത്രില്ലിംഗ് ചാപ്റ്റർ അല്ലേ? ഓൾസോ ബോണി നമ്മളുടെ റോണിനെ ഷൂട്ട് ചെയ്യോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ജസ്റ്റ് കമന്റിൽ ഒന്ന് പറയട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.